ബെഡ് ആയോ? 6 മാസത്തോളം എന്താണ് സംഭവിച്ചത്? ദേഹത്ത് എന്താ സംഭവിച്ചത്? ഇടുപ്പല് രണ്ടും അകന്നുപോയി. ഇടുപ്പല്ല്? ഇടുപ്പല് പെല്ലിക് ബോൺ രണ്ടും അകന്നുപോയി. സർപ്രൈസ് എന്താണത്? അത് നമുക്കിപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചേപ്പിച്ച് നമ്മളത് എന്താണെങ്കിലും നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അത് കേക്ക് ആവട്ടെ, ഫ്ലവറിന്റെ ബൊക്കെ ആവട്ടെ, ചോക്ലേറ്റ് ഹാമ്പർ ആവട്ടെ, ഡ്രസ് ഹാമ്പർ ആവട്ടെ, നെറ്റ്സ് ഹാമ്പർ ആവട്ടെ, എന്തായാലും നമ്മളത് കറക്റ്റ് ടൈമിൽ ഓൺ ടൈമിൽ കസ്റ്റമേഴ്സ് അല്ല മൊബൈൽ ഫോൺ വരെ നമുക്ക് ഗോൾഡും വന്നിട്ടുണ്ട്. ഗോൾഡ് വന്നിട്ടുണ്ട്. അത് ശരി. ഗോൾഡ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. സർപ്രൈസുകൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ജീവിതത്തിലുണ്ടോ? നമുക്ക് വേണ്ടപ്പെട്ടവർ അപ്രതീക്ഷിതമായി നമുക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് തന്നാൽ നമുക്കത് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും അല്ലേ? ജനുവരി 1 നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പുതുവർഷം. എൻ്റെ ദിനം തുടങ്ങുന്നത് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീട്ടിലൊടുക്കുന്ന ഒരു മുണ്ടും ടീഷർട്ടും ഇട്ടുകൊണ്ട് ഞാൻ വീട്ടിലിരിക്കുമ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത്. ആ കോളിൽ ഞാൻ സേവ് ചെയ്തിരിക്കുന്ന ഒരു നമ്പർ. ഞാനിത് അത്ഭുതത്തോടെ ആ വ്യക്തി എന്നെ വിളിക്കേണ്ട ഒരു കാര്യവുമില്ല. എവിടെയോ എൻ്റെ പണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത ആളാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്നിരുന്നാലും ഞാൻ കോൾ എടുത്തപ്പോൾ സാർ ഒന്ന് പുറത്തേക്ക് വരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നേരെ തലയിട്ട് നോക്കിയപ്പോൾ ഇവരാണ്. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ ഞാനൊന്ന് ഷർട്ടൊക്കെ ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഓടിപ്പോയി ഷർട്ടൊക്കെ ഇട്ട് പുറത്ത് വരുമ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും നിൽപ്പുണ്ട്. പെട്ടെന്നാണ് ഒരു ഫ്ലവർ എൻ്റെ അടുത്ത് നേരെ എടുത്ത് നീക്കുന്നത്, നേരെ ഒരു കേക്ക് എടുത്ത് നീട്ടുന്നതും ഒരു ലെറ്റർ തരുന്നതും. സർപ്രൈസ്, ന്യൂ ഇയർ കേക്ക്. ഇതൊരു സംരംഭമാണ്. ഹായ്, ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. നമ്മൾ എന്തും പുതുമയുള്ള ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയാൽ അത് വിജയിക്കും. അത് മറ്റുള്ളവർക്ക് വളരെ ഉപകാരപരമാണെങ്കിലോ. ഇന്ന് മലയാളി എത്തിപ്പെടാത്ത ഏതെങ്കിലും മേഖലയുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഇടമുണ്ടാവില്ല. പണ്ട് ചന്ദ്രനിൽ ചെന്നപ്പോൾ അവിടെ ചായക്കടക്കാരൻ ചന്ദ്രൻ ചേട്ടനെ കണ്ടു എന്ന് പറയുന്ന നാടാണ് നമ്മൾ. മലയാളികൾ എമ്പാടും സ്പ്രെഡ് ചെയ്ത് നടക്കുന്ന കാലത്ത് നമ്മുടെ നാട്ടിൽ സർപ്രൈസ് കൊടുക്കാൻ ഒരു ദമ്പതികളുണ്ട്. ഞാൻ രണ്ടുപേരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ് സ്പാർക്കിലേക്ക്. സുൽഫിക്കറും സുമയ്യും, രണ്ടുപേർക്ക് സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്കളുടെ നാട് എവിടെയാണ് സുൽഫിക്കർ? എൻ്റെ നാട് ആലങ്ങാട് കോട്ടപ്പുറമാണ്. ആലുവക്കും പറവൂർക്കും അടുക്കാണ്. UC കോളേജിന്റെ അടുത്തായിട്ട് പ്രോപ്പർ വരും. പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ പഠിച്ചതിൽ എൻ്റെ നാട്ടിൽ തന്നെയാണ്. 10ാം ക്ലാസ് വരെ എൻ്റെ വിദ്യാഭ്യാസം. പിന്നെ +2 പറവൂർ ബോയ്സിലായിരുന്നു. അതിനുശേഷം ഞാൻ ITയിൽ കളമശ്ശേരി ഗവൺമെന്റ് ITയിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഖത്തറിൽ 2 വർഷം ഉണ്ടായിരുന്നു. ഖത്തറിൽ പോയി? 2 വർഷം അവിടെ ക്യാമ്പസ് ഇന്റർവ്യൂ ഞങ്ങൾ പഠിച്ച കൂട്ടുകാരെല്ലാം ഒന്നിച്ച് പോയി. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് പിന്നെ നോക്കുമ്പോഴാണ് ഒരു പേപ്പറിൽ ഒരു പരസ്യം കണ്ട് വണ്ടർലയിൽ ടെക്നീഷ്യന്മാരെ ആവശ്യമുണ്ടെന്ന്. അങ്ങനെ അത് കണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 2-3 ഇന്റർവ്യൂ കഴിഞ്ഞ് പാസ്സായി. അങ്ങനെ 2012 ഞാൻ അവിടെ വണ്ടർലയിലെ ടെക്നീഷ്യനായിട്ട് കയറി. അപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മളൊരു ട്രെയിനിങ്ങില് താങ്കളെ കാണുന്നത്. അങ്ങനെയാണ് എന്റെ കയ്യിൽ നമ്പർ വന്നത്. അപ്പൊ ഞാൻ വണ്ടർലയിലെ സുൽഫിക്കർ എന്തിനാണ് എന്നെ വിളിച്ചതെന്നാണ് ഞാൻ ആദ്യം ഞെട്ടിപ്പോയത്. ഞാൻ താങ്കളിലേക്ക് വരാം. സുമയ്യ. അതെ, സുമയ്യ. എന്റെ വീട് പെരുമ്പാവൂര്, സൗത്ത് വാഴക്കുളം. അവിടെ തന്നെയാണ് ഞാൻ പഠിച്ചതും. +2 വരെ അവിടെ തന്നെയാണ് പഠിച്ചത്. അടുത്ത് തന്നെ ഗവൺമെന്റ് സ്കൂളിലാണ്. പിന്നെ ഇടത്തല അല്ലമിൻ കോളേജിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോ കല്യാണം കഴിഞ്ഞു. ജോലിയൊന്നും ചെയ്തിട്ടില്ല? ഇല്ല, ഹൗസ് വൈഫ് ആയിരുന്നു. കല്യാണം കഴിഞ്ഞ് നേരെ സുൽഫിക്കറിന്റെ നാട്ടിൽ? അതെ, അങ്ങോട്ട് പോയി. സുൽഫിക്കർ, ആ ജോലി നമ്മളും അവിടെ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. സുൽഫിക്കർ, എനിക്ക് താങ്കൾ പറഞ്ഞു വന്ന ആ സ്റ്റോറിയിൽ എനിക്ക് വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ്. താങ്കളുടെ 2 വർഷം ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. എന്തായിരുന്നു അത്? ഞാൻ വണ്ടർലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ എന്റെ ചെറിയ അശ്രദ്ധ മൂലം 2015 എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു. ആ സമയത്ത് എനിക്ക് കുട്ടി ജനിച്ചിട്ട് ഒരു 56 ദിവസം പ്രായമുണ്ടായുള്ളൂ. അപ്പൊ എനിക്കൊരു ആക്സിഡന്റ്, മേജർ ആക്സിഡന്റ് ആയിരുന്നു. ഞാൻ 2 വർഷത്തോളം അതിന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലിക്ക് പോയിട്ടുണ്ടായില്ല. 6 മാസത്തോളം. എന്താണ് സംഭവിച്ചത്? ദേഹത്ത് എന്താ സംഭവിച്ചത്? എന്റെ ഇടുപ്പല് രണ്ടും അകന്നുപോയി. ഇടുപ്പല്ല് പെല്ലിക് ബോൺ രണ്ടും അകന്നുപോയി. അങ്ങനെ ഞാൻ 6 മാസത്തോളം കിടന്ന കിടപ്പായിരുന്നു. ഹോസ്പിറ്റലിൽ? ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലായിരുന്നു ട്രീറ്റ്മെന്റ് എല്ലാം. അപ്പൊ എനിക്ക് അനങ്ങാനൊന്നും പറ്റൂലായിരുന്നു. ജസ്റ്റ് കിടന്ന കിടപ്പായിരുന്നു. എല്ലാ കാര്യങ്ങളും എന്റെ വൈഫും ഉച്ചയൊക്കെ എനിക്ക് ചെയ്തു തന്നായിരുന്നു. ഞാൻ പല്ലിപ്പിക്കാൻ പോലും അവര് വന്നിട്ട് വേണം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അനങ്ങാൻ പറ്റില്ലായിരുന്നു. മൊത്തം സ്റ്റീലൊക്കെ ഇട്ട് ഒരു ഇതിലായിരുന്നു ഞാൻ കിടന്നത്. എനിക്ക് സ്റ്റീലൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഇടുപ്പല് അടുക്കാൻ വേണ്ടിട്ട് അവര് സ്റ്റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ
കിടന്ന കിടപ്പാറ് നേരെ കിടക്കണേ, വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇവരാ വന്ന് തന്നെ പയ്യൊന്ന് എഴുന്നേപ്പിച്ചിട്ടാണ് എന്നെ പല്ലേപ്പിക്കുന്നു. ഫുഡ് ടോയ്ലറ്റിൽ പോകാനോ? നമുക്ക് എനിക്ക് കൊളസ്ട്രോം ഇട്ടുണ്ടായി, ബാഗ് മോശം പോകാനായിട്ട്. ഇവിടെ ഒരു ഇൻഫെക്ഷൻ ഒക്കെ വന്നായിരുന്നു, ഒരു വലിയ മുറിവുണ്ട് ഇവിടെ. അപ്പൊ എനിക്ക് കൊളസ്ട്രോം ഇട്ടുണ്ടായിരുന്നു മോശം പോകാനായിട്ട്. അങ്ങനെ 6 മാസത്തോളം ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജീവിതത്തിൽ. ഏറ്റവും ഓർക്കാൻ ആഗ്രഹിക്കാത്തൊരു ഇതാണത്. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയിട്ട് പിന്നെ പിന്നെ എനിക്കൊരു വീണ്ടും ഒരു 1.5 വർഷത്തോളം എനിക്ക് റെസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നടക്കാനും പറ്റില്ലായിരുന്നു. ഫിസിയോതെറാപ്പി വേണം. ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു. നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമുക്ക് വാക്കറൊക്കെ വെച്ച് നമ്മൾ നടന്നു തുടങ്ങി. പിന്നെ മറ്റേ വാക്കറൊക്കെ ഉപയോഗിച്ച് നടന്നു തുടങ്ങി. ശേഷം ഈ മോശം പോകലത് മാറ്റിണ്ടായില്ല. ഇൻഫെക്ഷൻ മാറാത്ത മുറിവ് ഉണങ്ങാത്തോണ്ട് ഇത് ബാറ്റ് അതെനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു 4 മാസത്തോളം കഴിഞ്ഞപ്പോഴാണ് വീണ്ടും എന്റെ മുറിവ് ഉണങ്ങിയപ്പോ ഇത് ഓപ്പറേഷൻ. ഈ 2 വർഷം എന്ന് പറയുന്നത് താങ്കൾ ജോലിയില്ല അപ്പോ? ജോലി ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് കമ്പനി എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ആ 2 വർഷം എനിക്ക് സാലറി തന്നിരുന്നു കമ്പനി. 2 വർഷം കമ്പനി ട്രീറ്റ്മെന്റും അവർ തന്നെ ചെയ്ത്. എത്ര പൈസ ആയത്? 8 ലക്ഷത്തോളം രൂപ ട്രീറ്റ്മെന്റിനായി. ആ പൈസ മൊത്തം കമ്പനിയാണ് ചെലവാക്കിയത്. പിന്നെ 2 വർഷം എനിക്ക് സാലറി കമ്പനി തന്നു. പിന്നെ അതൊക്കെയാണ് കൊച്ചു ജോസഫ് സാറിനെ പോലുള്ള സംരംഭകരെ നമ്മൾ ബഹുമാനിക്കുന്നത്. സ്വന്തം എംപ്ലോയീസിനെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന മനുഷ്യനാണ്. അത് 2 വർഷത്തോളം സാലറി തരിക, 8 ലക്ഷം രൂപയോളം, അത് കംപ്ലീറ്റ് കമ്പനിയാണ്. അത് കഴിഞ്ഞ് തിരിച്ച കമ്പനി തന്നെ ജോയിൻ ചെയ്തു. 2017 വീണ്ടും ഞാൻ റീജോയിൻ ചെയ്തു. വീണ്ടും 6 വർഷത്തോളം അവിടെ കണ്ടിന്യൂ അവിടെ തന്നെ ഉണ്ടായിരുന്നു. വർക്ക്. ഞാൻ സമയത്ത് വരാം. ഹസ്ബൻഡ് വളരെ ഒരു പരിതാപകരമായ കാര്യമല്ലേ, കാരണം 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ബെഡ് റിഡൻ ആണ്. അതെ അതെ അതെ. ആ സമയത്ത് എന്താണ് സുമയ്യ? ഭയങ്കര വിഷമമാണ്. കാരണം ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കണില്ലല്ലോ. കുട്ടിക്ക് 56 ദിവസമായിട്ടുള്ളൂ. എനിക്ക് റെസ്റ്റിന്റെ സമയമാണ്. ആ സമയത്താണ് ഹസ്ബൻഡിന് ഇങ്ങനെ ആയിരിക്കണേ. ഭയങ്കര ബുദ്ധിമുട്ട്. എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു, ഞങ്ങളുടെ ഫാമിലിക്കും എല്ലാവർക്കും. ഞങ്ങള് മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. പിന്നെ ഇവരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടോ, കമ്പനിയുടെ സപ്പോർട്ട് ഉള്ള കാരണം മാത്രമാണ് നമ്മൾ ആ സമയത്ത് പിടിച്ചു നിന്നത്. അങ്ങനെ കുറച്ച് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴാണ് ഞാനും ജോലിക്ക് ഇറങ്ങിയത്. അവിടെ അടുത്തുള്ളൊരു ഹോമിയോ ക്ലിനിക്കിൽ കുറച്ചാള് ഒരു 3 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. അങ്ങനെയാണ് 2ാമത്തെ കുട്ടി പ്രഗ്നന്റ് ആയി. ഒരു 7 months ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം എനിക്ക് റെസ്റ്റ് ഒക്കെ ആയിരുന്നു, ഇറങ്ങി. പിന്നെ കുറച്ച് നാള് ഡെലിവറി കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു പാഷൻ, എനിക്ക് എന്തെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യണം. അങ്ങനെ ഒരു തീരുമാനം വന്നു. അങ്ങനെ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചു. അങ്ങനെ എല്ലാവരും സപ്പോർട്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞങ്ങള് കേക്ക് ചെയ്തു. കേക്കാണ് ഞങ്ങൾ ചെയ്തത്. അതൊരു ഓൺലൈനായിട്ട് ഒരു 500 രൂപയുടെ കോഴ്സായിരുന്നു. അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് ജസ്റ്റ് പറഞ്ഞു തരുള്ളൂ. ബാക്കിയൊക്കെ നമ്മളെല്ലാം ചെയ്തെടുക്കണം. നമ്മുടേതായ ഐഡിയയില് ചെയ്യണം. നല്ല രീതിയിൽ, നല്ല ക്വാളിറ്റിയിൽ, നല്ല ക്വാണ്ടിറ്റിയിൽ ഒക്കെ നമ്മൾ കൊടുക്കണേ. അങ്ങനെ കേക്ക് ഡെവലപ്പ് ചെയ്തു. അതെ അതെ അതെ. അത് നമുക്ക് ആദ്യം അറിയില്ല എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ ഒന്നും അറിയില്ല. അങ്ങനെ ഞങ്ങള് ഇൻസ്റ്റാഗ്രാമിലും സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട്, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഞങ്ങള് ഫോട്ടോസ് ഇട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ. അങ്ങനെ സ്റ്റാറ്റസ് ഇട്ടപ്പോ അടുത്തുള്ള ആളുകളൊക്കെ ചോദിച്ചു തുടങ്ങി. അത് കൊടുത്തു. നല്ല റിവ്യൂ. ചെറിയൊരു വരുമാനം ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയാണ്. സുമയ നല്ല കേക്ക് ഉണ്ടാക്കുന്ന ആളാണ്. പക്ഷെ അങ്ങനെ ഒരു വലിയ ബിസിനസ് ഒന്നും ആയിട്ടില്ല. നമുക്ക് നമ്മുടെ വഴിത്തിരിവ് നമുക്ക് ലോക്ക്ഡൌൺ വന്നാണ് നമ്മുടെ വഴിത്തിരിവായി. എന്താണത്? ആ സമയത്ത് ലോക്ക്ഡൌൺ 2020 ലോക്ക്ഡൌൺ ആയല്ലോ. ആ സമയത്ത് ബേക്കറികളെല്ലാം അടച്ചിട്ടേക്കാണ്, കടകൾ തുറക്കാൻ പാടില്ല. പക്ഷെ നമുക്ക് ആഘോഷങ്ങൾ വേണമല്ലോ. അപ്പൊ അത് ലോക്ക്ഡൌൺ ആയപ്പോൾ നമുക്ക് ഫുഡ് ഡെലിവറി അലൗഡ് ആയതുകൊണ്ട് നമുക്ക് ലൈസൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമ്മൾ എന്റെ കൊച്ചിന്റെ പേര് റുഷ്ദ എന്നാണ്. അപ്പൊ ആളെ വിളിക്കുന്നത് റുച്ച എന്നാണ്. ഞങ്ങൾ അതിന്റെ പേര് അപ്പൊ റുച്ചാസ് ഹോം മെയ്ഡ് കേക്ക് എന്നാക്കി എടുത്തു. ഹോം മെയ്ഡ് കേക്ക്. അങ്ങനെയായിരുന്നു ആദ്യം തന്നെ പേരിട്ടത്. അപ്പൊ അതിന് ലൈസൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും കേക്കുമായിട്ട് പോകാൻ പറ്റുമായിരുന്നു. നമ്മൾ ഫുഡ് ഡെലിവറി ഫുഡ് ഡെലിവറി വെക്കുള്ളൂ. എന്താണെന്ന് നമ്മൾ പറയുന്നില്ല. വണ്ടിയിൽ ഫുഡ് ഡെലിവറിയുടെ മാസ്ക് ഒക്കെ ഇട്ട് ഫുഡ് ഡെലിവറിയുടെ ബോർഡൊക്കെ വെച്ച് നമുക്ക് അലൗഡ് ആണല്ലോ. അങ്ങനെ നമ്മൾ എറണാകുളം, എടപ്പള്ളി, കലൂർ അങ്ങനെ എല്ലാ സ്ഥലവും നമ്മൾ എത്തിച്ചു കൊടുത്തു. അങ്ങനെ കസ്റ്റമേഴ്സ് ഒക്കെ നമുക്ക് നല്ല റിവ്യൂസ് വന്നു. അങ്ങനെ നമ്മുടെ ബിസിനസ് കുറച്ചുകൂടി നമുക്ക് ഡെവലപ്പ് ആയി. ആ സമയത്ത് വണ്ടലൊക്കെ അടച്ചിരിക്കുകയാണ്. അപ്പൊ ഫ്രീ ആണ്. അപ്പൊ രാവിലെ നമ്മൾ മാസ്ക് ഒക്കെ ഇട്ടിട്ട് എല്ലാ സേഫ്റ്റി സാനിറ്റൈസർ എല്ലാം വണ്ടിയിലുണ്ടാവും. നമ്മളെല്ലാം കൈയൊക്കെ ഫ്രഷ് ചെയ്തിട്ട് എല്ലാം കൊടുത്ത് അങ്ങനെ പാലിച്ചിട്ട് അവിടെ വെച്ചിട്ട് കാരണം എല്ലാവരും വീട്ടിൽ ആ സമയത്ത് ബർത്ത്ഡേ ആഘോഷിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊരു വലിയ ഇൻസ്റ്റാ വഴി ഒരു ബിസിനസ് ആയി. നമുക്ക് ഇൻസ്റ്റാ നമ്മളിങ്ങനെ കൂടുതൽ നമ്മൾ റീച്ച് ആയി തുടങ്ങിയത്. അവിടെ നിന്നാണ് വലിയൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നത്. എന്തായിരുന്നു? നമുക്കിപ്പോ സർപ്രൈസ് ആയിട്ട് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. സർപ്രൈസ് എന്താണത്? അത് നമുക്കിപ്പോ ഒരാൾക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് ഏൽപ്പിച്ച് നമ്മളത് എന്താണെങ്കിലും നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. അത് കേക്ക് ആവട്ടെ, ഫ്ലവറിന്റെ ബൊക്കെ ആവട്ടെ, ചോക്ലേറ്റ് ഹാമ്പർ ആവട്ടെ, ഡ്രസ് ഹാമ്പർ ആവട്ടെ, നെറ്റ്സ് ഹാമ്പർ ആവട്ടെ, എന്തായാലും നമ്മളത് കറക്റ്റ് ടൈമിൽ ഓൺ ടൈമിൽ കസ്റ്റമേഴ്സ് നമ്മളത്. അപ്പൊ താങ്കൾക്ക് വിദേശത്ത് നിന്ന് ഒരാൾ വിളിച്ച് ഇങ്ങനെ ഒരു ഓർഡർ ഏൽപ്പിക്കുകയാണ്. ആദ്യത്തെ ഓർഡർ എങ്ങനെയാ വന്നത്?
നമുക്ക് ആദ്യത്തെ ഓർഡർ വന്നത് നമുക്കൊരു ആളറിയില്ലായിരുന്നു. ആൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം എൻ്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ്, ഇന്ന സ്ഥലത്താണ്, അവിടെ കൂടെ എത്തിച്ചു കൊടുക്കാമോ എന്ന് ചോദിച്ചു. നമുക്ക് ആളെ യാതൊരു പരിചയമില്ല, നമ്മൾ എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞു. നമ്മളത് കടയിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു. വീഡിയോയും കാര്യങ്ങളും പുള്ളിക്ക് അയച്ചു കൊടുത്തു. പുള്ളി നമുക്ക് അതിന്റെ ഫസ്റ്റ് പേയ്മെന്റ് തന്നു. അങ്ങനെ നമുക്ക് ഒരു ഓർഡർ കിട്ടി. അപ്പൊ ഞങ്ങൾ അതിന്റെ സ്റ്റാറ്റസ് വീഡിയോ കിട്ടപ്പോൾ അപ്പൊ നമുക്ക് അങ്ങനെ ഓർഡേഴ്സ് ഒക്കെ കിട്ടി തുടങ്ങി. അങ്ങനെ നമുക്ക് കുറച്ച് റീച്ച് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഗൾഫിലുള്ള 1-2 ഏജൻസികൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്തൊക്കെ ഓർഡർ കൊടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മളായിട്ട് ചെറിയൊരു ട്രസ്റ്റ്, നമ്മളാളെ കണ്ടിട്ടില്ല, ഇതുവരെ നമ്മളാളെ കണ്ടിട്ടില്ല, ജസ്റ്റ് ഫോൺ വഴിയുള്ള മെസ്സേജിങ് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കൊടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ നമുക്ക് ആള് ഒരുപാട് ഓർഡർ നമുക്ക് അവിടെ നമുക്ക് തന്ന ലോകത്തുനിന്ന് എവിടെയുള്ള ഓർഡർ നമ്മൾ എടുക്കുമായിരുന്നു. ആ സമയത്ത് ആള് നമുക്ക് തരുമായിരുന്നു. അപ്പൊ ഇറ്റലി, മാൾട്ട, ജർമ്മനി, മലയാളികളാണ്, എല്ലാം മലയാളീസ് ആണ്. അവർ വീടുകളൊക്കെ അച്ഛനമ്മക്കുള്ള സർപ്രൈസുകൾ, മക്കൾക്കുള്ളത്, ഭാര്യക്കുള്ളത്, ഭർത്താവിനുള്ളത്, ഒരുപാട് സർപ്രൈസുകൾ നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സുമയ്യ കേക്ക് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരെന്താ പറഞ്ഞതെന്ന് നിങ്ങൾ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യുന്നു, എന്നിട്ട് നേരെ പോവാണ്. അപ്പൊ എന്നെ സർപ്രൈസ് ചെയ്ത പോലെ ഫ്ലവർ കൊണ്ട് കേക്ക് കൊണ്ട് ഒരു വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. നേരെ വന്ന് ഇത് ഊഹിക്കാമോ, ഇത് ആര് തന്നാണെന്ന് ചോദിക്കുന്നു. എന്നോട് ചോദിച്ചതാണ്, എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. അവസാനം ലെറ്റർ തന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ വളരെ അടുത്ത സുഹൃത്തും സഹോദരതുല്യനുമായ ഡോക്ടർ ഷെരീഫ്, അദ്ദേഹം ന്യൂ ഇയർ കേക്ക് അയച്ചതാണ്. അദ്ദേഹം ഷിജു, അവര് BNIയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണ് മലബാറിലുള്ള. അപ്പൊ അവരാണ് എനിക്ക് ആ കേക്ക് അയച്ചത്. വളരെ സന്തോഷം തോന്നി. അതിനിടയിൽ അദ്ദേഹത്തിനോട് എന്ത് മെസ്സേജ് ആണെന്നൊക്കെ താങ്കൾ ചോദിക്കുന്നത് ഞാൻ കേട്ടു. അപ്പൊ അതാണ് ഒരു സ്റ്റൈല്. അപ്പൊ എന്തൊക്കെ തരം സാധനങ്ങളാണ് ആൾക്കാർ ഇങ്ങനെ കൊടുക്കുന്നത്? നമ്മള് കസ്റ്റമർ എന്ത് പറയുന്നത് നമ്മൾ എല്ലാം കൊടുക്കും. മെയിനായിട്ട് നമുക്ക് കേക്ക്, ഡ്രസ് ഹാമ്പറുകൾ, ചോക്ലേറ്റ് ഹാമ്പറുകൾ, പിന്നെ നെറ്റ്സ് ഹാമ്പർ, ഫ്ലവറിന്റെ ബൊക്കെ, പിന്നെ കൊച്ചുകൾക്കാണെങ്കിൽ ടോയ്സുകൾ, കളിപ്പാട്ടങ്ങളൊക്കെ അങ്ങനെ ഫുള്ള് വന്നത്. പിന്നെ പ്രായർക്കാണെങ്കിൽ അവർക്ക് ആവശ്യമായ സാധനങ്ങൾ അങ്ങനെ എല്ലാം വരാറുണ്ട്. എന്താണെങ്കിലും അല്ല, മൊബൈൽ ഫോൺ വരെ നമുക്ക് ഗോൾഡ് വന്നിട്ടുണ്ട്. അത് ശരി, ഗോൾഡ് നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ തന്നെ ചെയ്യും. അപ്പൊ നമുക്കൊരു ടീമുണ്ട്, നമ്മൾ തന്നെ ഇതെല്ലാം ചെയ്ത് നമ്മളത് ഡെലിവറിക്ക് നിങ്ങളാണ് പോകുന്നത്. കാരണം ഒരു സർപ്രൈസ് എലമെന്റ് ആണല്ലോ, നമുക്കൊരു നമ്മുടെ കറക്റ്റ് ആയിട്ട് അവിടെ എത്തിക്കണം, നമുക്ക് ഉറപ്പ് വന്നല്ലോ നമ്മൾ തന്നെയാണ് പോകുന്നത്. നമ്മളെല്ലാം കറക്റ്റ് ആയിട്ട് ഓൺ ടൈമിൽ നമ്മൾ എത്തിച്ചു. അപ്പൊ അതിന്റെ വീഡിയോ എടുക്കുന്നു, നേരെ നമുക്ക് ആരാണ് ഓർഡർ തന്ന അവർക്ക് ആ വീഡിയോ അയച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഏജൻസി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ട് ക്ലയന്റ് ആയിരിക്കാം. അതായത് അപ്പൊ ഇത് ഈ സർപ്രൈസുകൾക്ക് ഇത്രയും വലിയൊരു മാർക്കറ്റ് ഉണ്ടോ? അങ്ങനെ മാർക്കറ്റ് ഉണ്ട്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഓർഡേഴ്സ് ഉണ്ട്? എല്ലാ ദിവസവും ഓർഡർ ഉണ്ട്. ഓക്കെ, ചെന്നിട്ട് ഓർഡർ കൊടുക്കാനുണ്ട്. അത് ശരി, എല്ലാ ദിവസവും ട്രാവലിംഗ് ആണ്. വെരി ഗുഡ്, വെരി. അപ്പൊ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കുമ്പോ എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് 1-2 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എടപ്പള്ളിയിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ സ്റ്റാഫിന് അവിടുത്തെ MD നമുക്ക് പ്രാങ്ക് ചെയ്യുന്നതാണ്. പ്രാങ്ക് ചെയ്യാൻ തന്നു. നമ്മൾ ട്രീറ്റ്മെന്റ് റെഡി ആയില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രാങ്ക് ചെയ്തത്. ആള് ശരിക്കും റേസായി, എന്നെ പോടോന്നൊക്കെ വിളിച്ചു, കേസ് കൊടുക്കാൻ ഭയങ്കര ആള് റേസായി. പിന്നെ ഇത് കണ്ടപ്പോ ആളുടെ കണ്ണൊക്കെ പറഞ്ഞ ആള് ഭയങ്കരമായിട്ട്. നിങ്ങൾ പോയിട്ട് എന്താ പറഞ്ഞപ്പോ? ഞാൻ പറഞ്ഞു ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത്, മുഖത്തിന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത് ശരിയായില്ല. ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. അപ്പൊ ഒരു മുഖത്തിന്റെ ട്രീറ്റ്മെന്റ് ചെയ്ത് ശരിയായില്ല, മുഖം കരിവാളിച്ചു എന്നൊക്കെ പറഞ്ഞു. ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുറെ ആളെ പ്രാങ്ക് ചെയ്തു. അപ്പൊ ആള് പെട്ടെന്നുള്ള റിയാക്ഷനിൽ ആള് എന്നെ കുറെ ചീത്തയൊക്കെ വിളിച്ച്, ആള് പറഞ്ഞു ഞാൻ പഠിച്ചിട്ടാണ് വന്നത്, സർട്ടിഫിക്കറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഡോക്ടറാണ് പണി കൊടുത്തത്. അങ്ങനെ അവളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇതായത്. അങ്ങനെ കുറെയൊക്കെ നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് ആൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആള് ഭയങ്കര ഹാപ്പി, ആള് കരഞ്ഞു, ഭയങ്കര സർപ്രൈസ് ആണ്. നമുക്ക് ഒരു കാണുമ്പോൾ ഒരു സർപ്രൈസ് ആണത്. ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ചില സംഭവങ്ങളാണ്. നമ്മുടെ എയർപോർട്ടിൽ നീരജ ഏവിയേഷൻ എന്ന് പറയുന്ന കോഴ്സ് പഠിപ്പിക്കുന്ന ഒരു എയർപോർട്ടിന്റെ അടുത്തായിട്ട് അവിടെ ഒരു അമ്മ മകൾക്കായിട്ട് കുറെ ഗിഫ്റ്റുകളൊക്കെ തന്നയച്ചായിരുന്നു. നമ്മളത് എല്ലാം ഡയറക്റ്റ് നമ്മൾ തന്നെ മേടിച്ച് കൊണ്ടുപോയി കൊടുത്തു. അത് കണ്ടപ്പോ കുട്ടി ആകെ ഭയങ്കര ഇമോഷണലൊക്കെ കരഞ്ഞ് ഭയങ്കര ഇതായിരുന്നു. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, കാരണം അമ്മ അടുത്തില്ലല്ലോ. ആ കുട്ടിയുടെ 12ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ 18 ഐറ്റംസ് അമ്മ തന്നയച്ചായിരുന്നു. 18 തരം ഐറ്റംസ് ഉണ്ടായിരുന്നു അമ്മ തന്നത് 12ാമത്തെ ബർത്ത്ഡേക്ക്. അപ്പൊ ആ കുട്ടിക്ക് പെട്ടെന്ന് ഇമോഷണൽ ആയപ്പോ ആ കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞു. അവരുടെ ടീച്ചേഴ്സ് കൂടി ഒന്ന് അവരെ ആശ്വസിപ്പിച്ചു. അത് ഭയങ്കര ഒരു ഇതായിപ്പോയി. ആ വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ട്. അപ്പൊ ഈ മക്കളൊക്കെ വിദേശത്തുള്ളവരൊക്കെ അമ്മമാർക്കും അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിനൊക്കെ ഓരോ സാധനങ്ങൾ തന്നുവിടാറുണ്ട് അല്ലേ? അവരൊക്കെ പെട്ടെന്ന് ഇമോഷണൽ ആവില്ല ഇതൊക്കെ കാണുമ്പോ? അത് കാണുമ്പോ ഞങ്ങൾക്കൊരു സങ്കടമായിരിക്കുള്ളൂ. പാവങ്ങൾക്ക് മനസ്സിലാവില്ല. കുട്ടികളൊക്കെ കൊടുക്കാറുണ്ട് 4 ദിവസം 5 ദിവസം കുട്ടികളൊക്കെ കൊടുക്കാറുണ്ട്. അവരുടെ അമ്മക്ക് ജോലി സംബന്ധമായിട്ട് നേഴ്സൊക്കെ ആയിരിക്കുള്ളൂ. അപ്പൊ ജോലി സംബന്ധമായിട്ട് അവർക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ പുറത്തൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അവർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ ആ കുട്ടികൾക്കും അവർ മിസ് ചെയ്യുന്നത് നമുക്കൊരു വിഷമമാണ് കാണുമ്പോൾ. കാരണം 4 വയസ്സുള്ള കൊച്ചിന് അമ്മയുടെ ഒരു സാമീപ്യം ഇല്ലല്ലോ. പക്ഷെ എന്നാലും നമ്മൾ അവരയച്ച സാധനങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് സന്തോഷം. അങ്ങനെ അമ്മമാരൊക്കെ കരഞ്ഞിട്ടുണ്ടോ? കൊടുക്കും. കാരണം മക്കളുടെ ആഗ്രഹം അവര് പ്രതീക്ഷിക്കുന്നില്ലല്ലോ മക്കൾ കൊടുക്കുന്നുള്ളത്. സർപ്രൈസ് ആണല്ലോ. ചിലർക്ക് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അത് പറയും ഇപ്പൊ 50 വർഷമായിട്ട് എനിക്ക് ആദ്യം കിട്ടിയ സമ്മാനം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉണ്ട്. അതിന് ഇമോഷണൽ ആയിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് അനുഭവം ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, കുറെ സ്ഥലങ്ങളിൽ പോകാനും പറ്റി. ട്രാവൽ ആയിട്ട് ഏരിയ ഒന്നുമില്ല.
എറണാകുളത്തിൽ മൊത്തം നമ്മളിപ്പോ ട്രാവൽ അപ്പൊ ഇത് സുമയ ഉണ്ടാക്കുന്ന എന്ത് തരം കേക്കുകളാണ്, എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാക്കും ഇപ്പോ? ഞാൻ എല്ലാ കേക്കുകളാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പിസ്സ, കുനാഫ, എല്ലാം ബ്രോസ്റ്റഡ് ഒക്കെ ഉണ്ട്. ഞാൻ കൈവയ്ക്കാത്ത കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ചെയ്യും. എന്തും ചെയ്ത് കൊടുക്കും. എല്ലാം ചെയ്ത് കൊടുക്കും. എനിക്ക് ഇഷ്ടമാണ് കുക്കിംഗ്. ഒരാൾക്ക് അതെ 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 എല്ലാം. അത് ഞാൻ ആദ്യം കേക്കിന്റെ മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്റെ ഇഷ്ടത്തിന് ഞാൻ ഓരോന്ന് തന്നെ കണ്ടുപിടിച്ച് റെസിപ്പികളൊക്കെ കണ്ടുപിടിച്ച് നല്ല രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കും. അവരുടെ ആ റിവ്യൂ ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ എല്ലാം ചെയ്യും. വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഷർട്ടുകളും ഡ്രസ്സുകളൊക്കെ കൊടുക്കുന്നത്. അതെ അതെ. അപ്പൊ അത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് സെലക്ട് ചെയ്ത് അവർക്ക് മിക്സർ അയച്ചു ബ്രാൻഡും പറയും. നമ്മളത് പോയിട്ട് പർച്ചേസ് ചെയ്ത് അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട സെലക്ടഡ് ആ ഫോട്ടോ നമ്മൾ പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ഹാമ്പർ ബോക്സിലാക്കി നമ്മൾ അതിന്റെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഫ്ലവറും ചോക്ലേറ്റ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് അതിന്റെ ബോക്സിൽ കെട്ടി അതിന്റെ മുകളിൽ ഹാപ്പി ബർത്ത്ഡേ ടോപ്പറൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം നമ്മൾ ഫോട്ടോ എടുത്ത് സെറ്റ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കും. ഡെലിവറിക്ക് മുമ്പ് അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും. ശേഷം നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ള ഡെലിവറി വീഡിയോസും അവർക്ക് അയച്ചു കൊടുക്കും. അപ്പൊ ഈ ഒരു 9 മണി തൊട്ട് 5 മണി വരെ ചെയ്യുന്ന ഒരു ജോലിയല്ല. അല്ല. അപ്പൊ ഇത് ഏതൊക്കെ സമയത്താണ് നമുക്ക്? 24 hours ഓപ്പൺ ആണ്. എത്ര മണിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്? സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. രാത്രി 12 മണിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. 12 മണിക്ക് പോയിട്ട് ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. അവർ ഞെട്ടി പോയിട്ടുണ്ട്. കാരണം ആ സമയത്ത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവര്. അപ്പൊ അങ്ങനെ ഒരുപാട് സർപ്രൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോർണിംഗ് നമ്മൾ എയർപോർട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. വെളുപ്പിന് 3 മണിക്ക്. അത് ഭാര്യയും ഭർത്താവാണ്. അത് ഭാര്യ ഭർത്താവിന് സർപ്രൈസ് കൊടുത്താണ്. അത് രണ്ടുപേരും കൂടി ഇറങ്ങി വരികയാണ്. അപ്പൊ ഭാര്യ വിളിച്ച് പറഞ്ഞു ഭർത്താവ് ഇന്ന ഡ്രസ്സിലാണ് വന്നത്, ഇന്ന ആളെ നമുക്ക് പരിചയമില്ലല്ലോ, അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി കൊടുത്തു. ഭയങ്കര ഹാപ്പി. ഹസ്ബൻഡ് ഭയങ്കര ഹാപ്പി ആയി. ഇതിപ്പോ ഇത്തിരി ഉറക്കമിളക്കുന്ന പരിപാടി കൂടിയാണ്. കാണുന്നവർക്ക് തമാശയായിട്ട് എഫർട്ട് ഉണ്ട്. നമുക്കിങ്ങനെ പാത്രങ്ങൾ തന്നെ ഒരുപാട് നല്ല പണിയുണ്ട്. ഓരോ പാത്രങ്ങളാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. പിന്നെ പറഞ്ഞ പോലെ എല്ലാ ജോലിക്കും ബുദ്ധിമുട്ടുകളില്ലേ, അതുപോലെ തന്നെ നല്ല ബുദ്ധിമുട്ട്. ഈ പക്ഷെ പുറമേന്ന് കാണുമ്പോ അങ്ങനെയൊന്നും തോന്നൂലേ, ഇതൊരു ജോലിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചോദിക്കലുണ്ട്. കേക്ക് ഉണ്ടാക്കാൻ പാടുന്നില്ലല്ലോ, പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് എഫർട്ട് ഉണ്ട് നമുക്ക്. കാരണം സാധനം ആക്കിയെടുത്ത് നമ്മൾ ചൂടാറിച്ച് ആക്കിയെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അതിന്റെ പാത്രങ്ങൾ കഴുകി വെച്ച് എല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ നല്ല പണി. പിന്നെ നമ്മള് ഫ്രഷ് ആയിട്ട് ചെയ്ത് കൊടുത്ത് ഡെലിവറി ഒക്കെ ചെയ്യണമല്ലോ. നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, ഉണ്ടാക്കി നമ്മൾ ഫ്രഷ് ആയിട്ട് അവർക്ക് ഡെലിവറി ചെയ്യണമല്ലോ. അപ്പൊ നല്ലൊരു അധ്വാനമാണത്. ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ സുൽഫിക്കർ അവിടെ വണ്ടർലയിൽ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ കിട്ടുന്ന സമയത്ത് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ ജോലി കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റില് ബാക്കി ചെയ്തോണ്ടിരുന്നത്. അപ്പൊ നമുക്കൊരു 4 മണിക്കൂറൊക്കെ ഡെയിലി കിട്ടുള്ളൂ. പക്ഷെ അപ്പൊ നമുക്ക് ഒരുപാട് ഓർഡർ നമുക്ക് അതിന് മിസ്സായി പോകണ്ടായിരുന്നു. അപ്പൊ നമ്മള് ആ സമയത്തൊക്കെ നമ്മൾ കുറെ ഓർഡർ കളയൂർന്ന്, കുറെ ഓർഡർ നമ്മൾ എടുക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. നമുക്ക് കുറച്ചുകൂടി വരുമാനം കിട്ടാൻ ഒരു മാർഗം നമ്മൾ നോക്കിയപ്പോ നമുക്ക് തോന്നി ജോലിയേക്കാൾ നല്ലത് ഇതാന്ന് തോന്നി. അങ്ങനെ നമ്മൾ ഇതിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്നാണ് രാജിവെച്ചത്? ഇപ്പൊ 2025 മാർച്ചോട് നമ്മൾ ജോലി നിർത്തി. ഏപ്രിൽ മുതൽ നമ്മളിപ്പോ ഫുൾ ടൈം കേക്കിലേക്ക് രണ്ടുപേരും ഫുൾ ടൈം കേക്ക് ഡെലിവറിക്ക് രണ്ടുപേരും കൂടി പോകും. രണ്ടുപേരും പോവാറുണ്ട്. കാരണം ചിലപ്പോൾ ഒരാൾ പിടിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരാൾ കൂടെ വരാറില്ല. രാത്രിക്കാണ് ഞങ്ങൾ ഒറ്റക്ക് പോകില്ല, അപ്പൊ ഒരാൾ കൂടെ വരും. അങ്ങനെ ആൾ വരാറുണ്ട് കൂടെ. പിന്നെ ഒരുപാട് ഐറ്റംസ് നമ്മൾ വേറെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആളെന്റെ കൂടെ വരും. ഇത് നമുക്ക് ഈ ആരെങ്കിലും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇതുമായിട്ട് സർപ്രൈസ് ആയിട്ട് പോയിട്ടൊന്നുമില്ല, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടിയേക്കാം. നമ്മളെ ചീത്ത വിളിച്ചിട്ടില്ല. കാരണം അവർക്ക് സന്തോഷമാണല്ലോ കിട്ടും. കാരണം അവര് പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്നതാണല്ലോ അവർ ആഗ്രഹിക്കും. പക്ഷെ പ്രതീക്ഷിക്കാണ്ട് കിട്ടുന്ന സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാങ്ക് ചെയ്തെന്ന് പറഞ്ഞ പോലെ ഇതിൽ പൈസ കിട്ടാണ്ടിരുന്നിട്ടുണ്ടോ? കുറച്ചൊക്കെ നമുക്ക് കിട്ടാണ്ട് കുറെ ലേറ്റ് ആയി തന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പേര് ഡിലേ ആക്കി തന്നിട്ടുണ്ട്. കുറെ പേര് ഇപ്പോഴും ചിലര് ബ്ലോക്ക് ചെയ്ത് പോകും നമ്മളെ. നമുക്ക് ഒരുപാട് പൈസ കിട്ടാനുണ്ട്. കൊടുത്തേക്കണേ കിട്ടാതെ തരും നമുക്ക്. പക്ഷെ എന്നാലും ഒത്തിരി ഡിലേ ആക്കി വന്നിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മള് ഇത് ശരിക്കും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നിങ്ങൾ വിളിച്ചാൽ ഇത് ആക്സസബിൾ ആണ്. പക്ഷെ ഇത് പരിമിതമാണ്. എവിടെയാണ് നമ്മൾ എറണാകുളം ജില്ല ഫുള്ള് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. വൈകാതെ നമ്മൾ കേരളത്തിൽ മൊത്തത്തിലേക്ക് ആക്കാനുള്ള പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തുള്ള ഏത് മലയാളിക്കും ബന്ധപ്പെട്ട് വിളിച്ചാൽ എന്ത് സാധനവും ഐഫോൺ നമ്മൾ നാളെ കൊടുക്കാൻ വേണ്ടി പോവാണ്. അതായത് ഈ ലേറ്റസ്റ്റ് 17 ഒരു മകള് അമ്മ കൊടുക്കാൻ വേണ്ടി പോവാണ്. ശരി. അപ്പൊ ഈ സാധനങ്ങള് നിങ്ങളുടെ അടുത്ത ഉത്തരവാദിത്തോടുകൂടി നിങ്ങൾ ഭംഗിയായിട്ട് പാക്ക് ചെയ്ത് ഒരു വീഡിയോ എടുക്കും. ഒരു പാറ്റേൺ ഉണ്ടല്ലേ? എന്താണ് നമ്മൾ ചെന്നിട്ട് എന്താ ചോദിക്കുന്നത്? നമ്മൾ ചെന്നിട്ട് ആദ്യം നമ്മള് വിഷയം ശേഷം നമ്മൾ ആരാണ് തന്നെന്ന് അറിയാമെന്ന് ചോദിക്കും. ഒരു 1-2 പേരൊക്കെ പറയാം അവർക്ക് അറിയാവുന്നത്. ആളല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പറയാം, അല്ലെങ്കിൽ അവരെ കൊണ്ട് മാക്സിമം നമ്മൾ പറയിപ്പിക്കാൻ നോക്കും. പറഞ്ഞില്ലെങ്കിൽ മാത്രം നമ്മളെ പേര് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ എന്താണ് അവർ പറയാമെന്ന് ചോദിക്കും. അപ്പൊ അവര് എന്തെങ്കിലും പറയും, കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കണേ.
അപ്പൊ അതിനുശേഷം ആ വീഡിയോ നമുക്ക് വീഡിയോ നമ്മൾ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് പാട്ടൊക്കെ കയറ്റി അവർക്ക് അയച്ചു കൊടുക്കും. എഡിറ്റ് ചെയ്ത് പാട്ട് കയറ്റി ചിലർക്ക് അറിയില്ല, അതിനെ പറ്റിയല്ലോ. അപ്പൊ വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ നമ്മളോട് പറയുന്നത് ജസ്റ്റ് എഡിറ്റ്. അപ്പൊ നമ്മളൊരു ഫ്രീ ആകുമ്പോൾ ചെയ്താണ്. അങ്ങനെ ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ അത് ഇതിലെ പാട്ടൊക്കെ കയറ്റി നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കും. അപ്പൊ അത് നമുക്ക് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയും. കാരണം അവർക്ക് അതെല്ലാം ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്നിട്ട് ജസ്റ്റ് കൊടുക്കാനല്ലേ പറ്റുള്ളൂ, വേറെ ഒന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ മകൾ അമ്മക്ക് കൊടുക്കുന്നത്, അമ്മ മകൾക്ക് കൊടുക്കുന്നത്, ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നത്, മക്കൾ അച്ഛനമ്മക്കും കൊടുക്കുന്നത്, അങ്ങനെ ഒരുപാട് സർപ്രൈസ് നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇതുവരെ. അപ്പൊ ഇൻസ്റ്റയിൽ എനിക്ക് തോന്നുന്ന സമയം നിങ്ങളുടെ ഒരു വൈറൽ താരമാണ്. നിങ്ങൾ കുറെ വീഡിയോസ് വൈറലായിട്ടുണ്ട് അല്ലേ? അതെ. എന്താണ് അതിന്റെ ഒരു ഇമോഷണൽ കണ്ടന്റ്? എന്താണ് പലപ്പോഴും അങ്ങനെ വൈറലാവാൻ കാരണം? എന്തായത് വൈറലാവുന്ന നമ്മൾ പ്രതീക്ഷിക്കാണ്ട് സർപ്രൈസ് കൊടുക്കണോണ്ടായിരിക്കാം. പിന്നെ അവരാ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മൾ കീറിച്ചില്ലൂലേ, ആ ഒരു ഇതുകൊണ്ടായിരിക്കാം. ഇങ്ങനത്തെ വീഡിയോസിന് ഒരു ഇതുണ്ടല്ലോ, അതെ അതെ അതെ, ഇമോഷണൽ ടച്ച് ഉണ്ട്. അതെ അതെ, അത് കാണുന്നവർക്കും ഒരു മുൻകൂട്ടി പറഞ്ഞിട്ടല്ലല്ലോ, കാരണം പ്രതീക്ഷിക്കാണ്ടാണ് അവർക്ക് കിട്ടുന്നത്. പരുള്ളി എന്നുള്ള ഒരു ഇതാണ്. കാരണം മിക്ക ചിലപ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെ ആയിരിക്കും, ചിലപ്പോൾ വെൽ ഡ്രസ് ഒന്നും അല്ലായിരിക്കും, വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുള്ളൂ. ചിലപ്പോ അങ്ങനത്തെ പെട്ടെന്നൊക്കെ നിങ്ങൾ എന്റെ അടുത്ത് കാലത്ത് വരുമ്പോ ഞാൻ 1-ാം തീയതി ഞാൻ എന്റെ മുണ്ട് കൊടുത്തുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. പെട്ടെന്ന് ഞാൻ വാതിൽ തുറന്ന് നോക്കുമ്പോ രണ്ടുപേര് നിൽക്കുന്നു, എന്തിനാണെന്ന് അറിയില്ല. അപ്പോ സ്വാഭാവികമായിട്ട് എനിക്ക് എന്റെ വസ്ത്രം ധരിക്കാതെ എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടി. പക്ഷെ എനിക്ക് ചിലപ്പോ ആൾക്കാർക്ക് ചിലപ്പോ ഇത് തോന്നിയേക്കാം, ഇതൊക്കെ വെറുതെ ഒരു നാടകമാണ് എന്നൊക്കെ തോന്നുന്നു. പക്ഷെ എനിക്ക് നിങ്ങൾ വന്ന് എനിക്ക് താങ്കളെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ താങ്കളുടെ നമ്പർ ഞാൻ സേവ്ഡ് ആയതുകൊണ്ട് മുഖം എവിടെയോ പരിചയമുള്ള പോലെ തോന്നിയെന്നല്ലാതെ താങ്കൾ വണ്ടർലേ ഒരാള്. ഞാനപ്പൊ ചിന്തിക്കുന്നത് താങ്കൾ വണ്ടർലയിലുള്ള ആൾ, എനിക്ക് എന്താണ് കേക്കുമായിട്ട് ഇനി ആരാണ് അവിടെ നിന്ന് കൊടുത്തയക്കുന്നത് ഞാൻ ചിന്തിച്ചു. കാര്യം ഞാൻ അവരുടെ ട്രെയിനറൊക്കെയാണ്, കൊച്ചു സാറും അദ്ദേഹത്തിന്റെ മകനും അവിടെ ഉള്ളവരൊക്കെ സുഹൃത്തുക്കളാണ്. എന്നാലും ആലോചിച്ചു, അത് വഴിയില്ലല്ലോ. പക്ഷെ നിങ്ങൾ പറയുമ്പോഴാണ് അത് റിയൽ സർപ്രൈസ് തന്നെ. പക്ഷെ അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാള് ഡോക്ടർ ഷെരീഫ് കൊടുത്തുവിട്ടാന്ന് പറയുമ്പോൾ എനിക്ക് അതിനേക്കാളും ഞാനും ഇമോഷണൽ ആവുകയാണ്. അപ്പൊ തന്നെ നിങ്ങൾ പോയപ്പോ തന്നെ ഞാനത് അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് വിളിച്ച് നന്ദി പറയുകയാണ്. അപ്പൊ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള ബിസിനസ് ആണ്. കേക്ക് നല്ലതായിരുന്നു. ഞാനൊരു കേക്ക് പ്രിയനല്ല, പക്ഷെ എന്റെ ഭാര്യയും മക്കളും ഒക്കെ വളരെ ഇൻട്രസ്റ്റ് അതിലും താല്പര്യമുള്ള ആൾക്കാരാണ്, ഇങ്ങനെയുള്ളതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർ. നല്ല കേക്കായിരുന്നു. നമ്മൾ വെറുതെ ഒരു സർപ്രൈസ് കൊടുക്കൽ മാത്രമല്ല, ഒരു ക്വാളിറ്റി മാക്സിമം നമ്മൾ ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും ചെയ്യാറില്ല ഞങ്ങള്. കുട്ടികള് ഒക്കെ കഴിക്കുന്നതല്ലേ, കുട്ടികൾ മാത്രല്ല എല്ലാരും കഴിക്കുന്നതാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. അതിന്റെ ഒരു ഡെലിവറി തന്നെ ഒരു റിസ്ക് ഉണ്ട് അല്ലെ? കാരണം ഈ സാധനം എങ്ങാനും സമയം പോയി നമുക്ക് പേയ്മെന്റ് കിട്ടണമെങ്കിൽ ഡാമേജ് ആവാണ്ട് എത്തിക്കണമല്ലോ. അതെ, അപ്പൊ നമുക്കൊരു റിസ്ക് ആണത്. നമ്മൾ ട്രാഫിക്കില് റോഡിന്റെ മോശം അവസ്ഥയിലൊക്കെ നമ്മൾ നോക്കി കൊണ്ടുപോകണം. അത് റിസ്ക് ആണ് ശരിക്കും. അതുകൊണ്ടാണ് താങ്കൾ നമ്മൾ പോണത്. കാരണം നമുക്കൊരു ഉത്തരവാദിത്തം വേണമല്ലോ. നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നത്. എറണാകുളം ജില്ല എവിടെയാണ് നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുക്കും. എറണാകുളത്തെ ജില്ല എവിടെയാണെങ്കിലും നമ്മൾ കൊണ്ടുപോയി കൊടുക്കും. സത്യത്തിൽ സുമയ, ആക്ച്വലി താങ്കള് 2 കുട്ടികളുടെ മാതാവാണ്. ഹസ്ബൻഡ് നല്ലൊരു സ്ഥാപനത്തിൽ ജോലിയുണ്ട്. താങ്കള് കാരണമാണ് ആ ജോലി രാജിവെക്കുന്നത്. അതാണ് സത്യം. സത്യം സത്യം. അവിടെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ എത്രയോ സ്ത്രീകളുണ്ട്, അവര് ഹസ്ബൻഡ് ജോലിയുണ്ട്, മക്കളുണ്ട്, അവരുടെ പഠിത്തം അങ്ങനെ നോക്കി വളരെ സ്വസ്ഥമായിട്ട് റിസ്ക് ഒന്നും എടുക്കാതെ പോകുന്നവരുണ്ട്. അത്തരക്കാരോട് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും ഉണ്ടാവും ഓരോ തരത്തിലുള്ള കഴിവുകൾ. അപ്പോ അതൊക്കെ ചിലവര് പുറത്തേക്ക് എടുക്കില്ല, വീട്ടുകാരെ സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ടും അല്ലാതെ. ഇതിപ്പോ എല്ലാ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അത് പുറത്തേക്ക് എടുക്കാം. അത് എന്തായാലും സക്സസ് ആവും. ഇപ്പോഴത്തെ കാലത്ത് എന്തും ആക്സസ് ആണല്ലോ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോ അങ്ങനെ എന്ത് കഴിവുണ്ടെങ്കിലും പുറത്തേക്ക് എടുക്കാം. അതെ അതെ, ധൈര്യപൂർവ്വം ഇറങ്ങും. ഞങ്ങളുടെ ഫാമിലി നല്ല സപ്പോർട്ടാണ്. എന്റെ ഫാമിലി ഇയാളുടെ ഫാമിലി നല്ല സപ്പോർട്ടാണ്. അതാണ് ഞങ്ങളുടെ ഒരു വിജയം. ഞങ്ങൾ പോകുമ്പോൾ കൊച്ചുങ്ങളെ നോക്കേണ്ടത് എന്റെ ഉമ്മച്ചിയാണ്. അപ്പൊ അവരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനമായിട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ആ സപ്പോർട്ടും വളരെ ഇമ്പോർട്ടന്റ്. സുൽഫിക്കനോട് അതുപോലെ തന്നെ ചോദ്യം. വണ്ടർല ചെറിയൊരു സ്ഥാപനമൊന്നുമല്ല, നല്ലൊരു ജോലിയാണ്. 13 വർഷം അല്ലെ? 3 വർഷം അവിടെ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഭാര്യ തുടങ്ങിയ സംരംഭത്തിലേക്ക് ഭർത്താവ് വരിക എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. ഞാൻ കണ്ടിട്ടുള്ള എന്റെ 1600ഓളം പേര് എന്റെ കോച്ചിങ് പ്രോഗ്രാമിലുണ്ട്. അതിൽ വളരെ അപൂർവമായിട്ടൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. സാധാരണ ഇതിലൊരു ഭർത്താവ് തുടങ്ങുന്ന സംരംഭത്തിൽ നിർബന്ധിച്ചിട്ട് ഭാര്യയെ കൊണ്ടുവരുന്ന കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എന്ത് ധൈര്യത്തിലാണ് താങ്കൾ അത് രാജിവെച്ചിട്ട് സുമയുടെ കേക്കിനെ വിശ്വസിച്ചിട്ടാണോ ഇറങ്ങിയത്? എന്താണ് ഇതിന്റെ ബിസിനസ് ഒരു പ്രോഫിറ്റ് ആണ് നമുക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ. കസ്റ്റമേഴ്സ് ഇത്ര നാൾ, നമുക്കൊരു 6 വർഷമാണ് നമ്മളിപ്പോ തുടങ്ങിയിട്ട്. അപ്പൊ കസ്റ്റമേഴ്സ് നമുക്ക് ട്രസ്റ്റ്, നമുക്ക് സ്ഥിരം ഓർഡർ തന്നെ ഒരുപാട് പേരുണ്ട്. നമ്മളെ വിളിച്ചിട്ട് സ്ഥിരമായിട്ട് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ട്. ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും എന്ത് ഫംഗ്ഷൻ ആയാലും അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അത് വിജയിക്കും എന്നുള്ള ട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് സ്റ്റാർട്ടിങ് മുതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ട്രസ്റ്റ് ആണ്.
അപ്പോ ഒരു ജോലി എന്ന് പറയുന്നത് വിട്ട് ഇതിലേക്ക് വന്നപ്പോ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായോ സാമ്പത്തികമായിട്ടൊക്കെ? നിങ്ങൾക്ക് യാത്രകളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ആ. ഞങ്ങളിപ്പോ ഈ അടുത്ത് ഉംറക്ക് പോയിരുന്നു. നമ്മളായിട്ട് ആഗ്രഹം പറഞ്ഞു മക്കയിൽ മദീനയിൽ പോകാന്നുള്ളത്. പോയി. ഞങ്ങൾ കാശ്മീർ പോയി. ഇപ്പൊ ഞങ്ങൾ 1-2 യാത്രകൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത് പോകാനായിട്ട്. അത് ശരി. ഇതൊക്കെ ഒരു സംരംഭം കൊണ്ടുണ്ടായ ഞങ്ങൾ നേട്ടങ്ങളാണ്. ഒരു വണ്ടി മേടിക്കാൻ പറ്റി. പുതിയൊരു വണ്ടി മേടിക്കാൻ പറ്റി. ഇതൊക്കെ ഈ ബിസിനസിന്റെ നേട്ടങ്ങളാണ്. ചെയ്താണ്. അപ്പൊ സുമയ്യയുടെ ഒരു 500 രൂപയുടെ അതെ കോഴ്സ് കേക്കിന്റെ കോഴ്സ് തുടങ്ങിയ സാധനമാണ് നിങ്ങളിപ്പോ ഉംറയ്ക്ക് പോകാനും അതുപോലെ തന്നെ അതെ എല്ലാ കാര്യങ്ങളും അത് വലിയ കാര്യം ചെലവ് നടക്കുന്നത് ഇതുകൊണ്ടാണ്. വീട്ടിലായാലും കുട്ടികളുടെ പഠിപ്പായാലും ഞങ്ങളുടെ ഹോസ്പിറ്റൽ കേസ് എല്ലാം നടക്കുന്നത് ഈ ബിസിനസ് കൊണ്ടാണ്. ഇതുകൊണ്ട് തന്നെയാണ്. തന്നെയാണ്. ഇനി ഭാവി പരിപാടികൾ എന്താണ്? ഭാവി ഞങ്ങൾക്ക് ഒരു കേക്കിന്റെ ഒരു യൂണിറ്റിന് സെപ്പറേറ്റ് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. ഒന്നും സ്റ്റാഫിനെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഡെലിവറിയും കാര്യങ്ങളും അവരെ കേൾപ്പിച്ചിട്ട് പിന്നെ ഇയാളെ ഹെൽപ്പ് ചെയ്യാനും ഒരു സ്റ്റാഫിനെ വെക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. ഒന്നുകൂടി വികസിപ്പിച്ച് എനിക്ക് കേരളത്തിലേക്ക് മൊത്തത്തിൽ നമുക്ക് ഡെലിവറി വ്യാപിപ്പിക്കാൻ നമുക്ക് പ്ലാൻ ഉണ്ട്. അപ്പോ ഇപ്പൊ തന്നെയും കേരളത്തിൽ പല സ്ഥലങ്ങളും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, കൊടുക്കാറുണ്ട്. എന്നാലും എറണാകുളം ജില്ലയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത്. നമ്മൾ ഡയറക്റ്റ് ഡെലിവറി നമുക്ക് എറണാകുളം ജില്ലയാണ് ഇപ്പൊ. കാരണം നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുക്കണം. നമ്മൾ തന്നെ ചെയ്ത സാധനം നമ്മൾ തന്നെ കൊണ്ടുപോയി കൊടുക്കണം. നമ്മുടെ ഇൻസ്റ്റാ പേജ് റുച്ചാസ് ഹോംമേഡ് കേക്ക്, റുച്ചാസ് ഹോം മെയ്ഡ് കേക്കിലാണ് അല്ലെ? അപ്പൊ ആരെ നിങ്ങളെ ലോകത്ത് എവിടെ നിന്ന് ബന്ധപ്പെട്ടാലും നിങ്ങൾ 24 hours നമ്മൾ ഓപ്പൺ ആണ്. 24 നമ്പർ ഉണ്ട്. എന്ത് സാധനം മുട്ടുസൂചി വെച്ച് iPhone 17 Pro Max വരെ നിങ്ങൾ ഡെലിവറി കൊടുക്കും. എന്ത് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. സ്വർണം വരെ വാങ്ങി നിങ്ങൾ കൊണ്ടുപോയി വിശ്വസ്തമായിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും. അപ്പൊ അത് വളരെ യുണീക്ക് ആയിട്ടുള്ള സംരംഭമാണ്. അപ്പൊ സുമയ്യ, സുൽഫിക്കർ ഇത് വളരും, ഇതിനേക്കാളൊക്കെ വലുതാവും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. നിങ്ങൾ കേട്ടു സുൽഫിക്കറും സുമയ്യയും ഈ ദമ്പതികളുടെ രസകരമായ ഒരു ബിസിനസ്. ഇത്രയൊക്കെ സാധ്യതയുണ്ടോ നമ്മൾ ചിന്തിച്ചേക്കാം. സുൽഫിക്കർ 10-13 വർഷമായിട്ടൊരു നല്ല സ്ഥാപനത്തിൽ ടെക്നീഷ്യൻ ആയിരുന്നു, അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. സുമയ്യ വെറുതെ വീട്ടിലിരുന്നു കൊണ്ട് തുടങ്ങിയ ഒരു കേക്ക്. നമുക്ക് എപ്പോഴാണ് ഈ സ്പാർക്ക് ഉണ്ടാകുന്നതെന്ന് അറിയില്ല. ആര് തുടങ്ങി എന്നുള്ളതല്ല, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ബിസിനസ് ചെയ്യുന്ന ഒരാളോ ചെയ്യാനിരിക്കുന്ന ഒരാളാണെങ്കിലും എപ്പോഴും ചിന്തിക്കുക, നമുക്ക് ഇൻവെൻഷൻ ആണോ ഇന്നോവേഷൻ ആണോ വേണ്ടതെന്നൊരു ചോദ്യം വരും. ഇൻവെൻഷൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടുത്തങ്ങളാണ്. ഇപ്പൊ നമ്മൾ പുതിയതായി കണ്ടുപിടിക്കാൻ നമുക്ക് അറിവില്ലെങ്കിൽ ഉള്ളത് എങ്ങനെ ഇന്നോവേറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാം, നൂതനമായിട്ട് വ്യത്യസ്തമായിട്ട്. അവർ ചെയ്തത് വേറെ ഒന്നുമല്ല, അവർ നല്ലൊരു കേക്ക് ഉണ്ടാക്കി. പക്ഷെ അവർ കണ്ടുപിടിച്ച മേഖല സർപ്രൈസ് കൊടുക്കാനാണ്. അപ്പൊ അതൊരു നമുക്ക് ചെറുതായിട്ട് തോന്നാം, പക്ഷെ ഇന്ന് മലയാളികൾ നമ്മളൊക്കെ കാണുന്ന ഒരു വലിയ അത്ഭുതമാണ്. ലോകമെമ്പാട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അവരുടെ മാതാപിതാക്കൾ എവിടെയാണ്, അവരുടെ ഫാമിലി എവിടെയാണ്, ബന്ധുക്കൾ എവിടെയാണ്, സുഹൃത്തുക്കൾ എവിടെ. അപ്പൊ ഇവർക്കൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ആഗ്രഹമുള്ളവർ, അത് ഏറ്റവും നല്ല മാർഗമല്ലേ? അവിടുന്ന് ഒരു കോളിൽ, വാട്സപ്പിൽ ഒരു മെസ്സേജിൽ ദാ നമുക്ക് വേണ്ട എന്ത് സാധനങ്ങളും അവിടെ കൊണ്ടുപോയി കൃത്യസമയത്ത് കൊണ്ടുപോയി സർപ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കുള്ള അവരുടെ ആ മാനസികാവസ്ഥ എന്താണ്, അതെന്താണെന്ന് അറിയാൻ അതിന്റെ വീഡിയോയും കൂടി കാണുക, നമുക്ക് ഒരു തിരിച്ചൊരു മെസ്സേജും കിട്ടുക. എനിക്ക് തോന്നുന്നു ഇതാണ് ഇന്നോവേഷൻ. നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും എന്തെങ്കിലും ഒരു പുതുമയുണ്ടോ, ആ പുതുമയുള്ള ബിസിനസ് അവതരിപ്പിച്ചത് കൊണ്ടായിരിക്കാം സുൽഫിക്കറും സുമയ്യയും ഇന്ന് ഈ ഹോട്ട് സീറ്റിലിരിക്കുന്നത്. സത്യത്തിൽ ഇത് അവർക്കുള്ള സർപ്രൈസ് ആയിരുന്നു. കാരണം എന്നെ സർപ്രൈസ് ചെയ്യാൻ വന്ന, എനിക്ക് ആ കേക്ക് തന്ന അവരോട് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്, ജനുവരി 1 ഞാൻ നിങ്ങളെയാണ് ആദ്യമായി കാണുന്നത്, നിങ്ങൾ എന്നെ സർപ്രൈസ് ചെയ്തു, അതുപോലെ തിരിച്ച് ഞാൻ നിങ്ങളെ സർപ്രൈസ് ചെയ്യാണ്. വരും ദിവസങ്ങളിൽ എനിക്കൊരു സ്പാർക്കിൻ്റെ ഷൂട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ഒരു ഷൂട്ട് ചെയ്യുന്നു, നിങ്ങൾ രണ്ടുപേരും വരണം. ആ കാരണം കൊണ്ടാണ് ഈ രണ്ടുപേരെൻ്റെ ഈ മുമ്പിലിരിക്കുന്നത്. ഇത് ഒരു മാതൃക ദമ്പതികളാണ്. നമുക്ക് നിരവധി സംരംഭങ്ങൾ ഇങ്ങനെ നാട്ടിൽ നമുക്ക് തുടങ്ങാനാവും. നമ്മളൊന്ന് വ്യത്യസ്തമായി ചിന്തിച്ചാൽ മതി. സമൂഹത്തിലോ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷനുമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചടികളുണ്ടാവും, കഷ്ടപ്പെടേണ്ടി വരും. അവർ വെളുപ്പിന് 3:30 ഡെലിവറി കൊടുക്കാൻ പോകുന്നത്. കഷ്ടപ്പാടും അധ്വാനവും ഇല്ലാതെ ഒരു തൊഴിലും ഒരു ബിസിനസ്സിലും ആരും വിജയിച്ചിട്ടില്ല. അധ്വാനിക്കാൻ തയ്യാറാണോ? അവർ യാത്രകൾ പോകുന്നുണ്ട്, പണമുണ്ടാക്കുന്നുണ്ട്. സമ്പാദിക്കണമെങ്കിൽ അധ്വാനിക്കണം. ഇത്തരം നിരവധി സംരംഭക ദമ്പതിമാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. രണ്ടുപേർക്കും സുമയ്യ അതുപോലെ തന്നെ സുൽഫിക്കർ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. സുമയ്യ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആള്, അതിന് കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഒരു സുൽഫിക്കറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലോകം കീഴടക്കാൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആശയം ഇനിയും വളർത്തണം. കേരളം മുഴുവൻ ഡെലിവറി കൊടുക്കണം. ലോകമെമ്പാടുമുള്ള ഏത് മലയാളി നിങ്ങൾ 24 മണിക്കൂർ വിളിച്ചാലും അത് അപ്പം കൊണ്ടുപോയി കേരളത്തിൽ എവിടെ വേണമെങ്കിലും കൊടുക്കാവുന്നല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് ജില്ലകളിലൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ സംരംഭം വളരട്ടെ. എന്റെ വ്യക്തിപരമായ പേരിൽ, സ്പാർക്കിന്റെ എല്ലാ പ്രേക്ഷക പേരിലും നിങ്ങൾക്ക് എല്ലാ ആശംസകളും. താങ്ക് യു.